ഇന്ന് ഞാൻ ആലുവ ശിവരാത്രി മണപ്പുറത്തോട്ടാട്ടോ പോകുന്നത്. ശിവരാത്രി മണപ്പുറന്ന് ആദ്യം കേൾക്കുമ്പോൾ മനസ്സിലോട്ട് ഓടി എത്തുന്നത് അച്ഛൻ പണ്ട് മണപ്പുറത്ത് പോയി വരുമ്പോൾ കുറേ ചട്ടിയും കലമൊക്കെ വാങ്ങിയിട്ട് വരുന്നതാണേ. പണ്ട് ഞാൻ ചെറുതായിരുന്നപ്പോൾ അച്ഛൻ എല്ലാ കൊല്ലവും ബലിയിടാൻ മണപ്പുറത്ത് പോയി വരുമ്പോൾ എനിക്കും ചേച്ചിക്കും കളിക്കാനായി കുഞ്ഞി ചട്ടിയും കലമൊക്കെ വാങ്ങിയിട്ട് വരായിരുന്നേ. ചട്ടിയും കലം എന്ന് വെക്കുമ്പോൾ ഭയങ്കര വലിയ കഞ്ഞിയും കറി വയ്ക്കുന്ന ചട്ടിയും കലം ഒന്നല്ല, ഈ കളിക്കാൻ പറ്റിയ കുഞ്ഞി ചട്ടിയും കലമൊക്കെയാണേ. അച്ഛൻ ബലിയിടാനായിട്ട് രാത്രി പോയി വെളുപ്പിനാട്ടോ ബലിയിട്ട് തിരിച്ചു വരാറ്. അപ്പോൾ പോയി വരുമ്പോൾ ഞങ്ങൾക്ക് ചട്ടിയും കലമൊക്കെ കൊണ്ടുവരും. അപ്പോൾ രാവിലെ ഞങ്ങൾ എണീക്കുമ്പോൾ ഞങ്ങൾക്കൊരു സർപ്രൈസ് ആയിരിക്കും ആ കുഞ്ഞിയും ചട്ടിയും കലമൊക്കെ. അതുകൊണ്ട് തന്നെ മണപ്പുറന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് ആദ്യം ഓടിയെത്തുന്നത് എൻ്റെ കുട്ടിക്കാലമാണ്. എല്ലാ വർഷവും ഞങ്ങൾ നൈറ്റാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വരാറ്. ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ആയിട്ടോ, ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. മെയിനായിട്ട് അമ്മയ്ക്ക് ഇവിടെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ ഈ ഗാർഡനിങ് ഒക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ചെടിയുടെ കട കണ്ടുകഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. തനൂനാണെങ്കിലോ ഓരോ കട കാണുമ്പോഴും അവൾക്ക് അവിടെ കയറണം, അത് വേണം, ഇത് വേണം, കളിപ്പാട്ടം വേണം, എന്തൊക്കെയോ വേണം എന്നൊക്കെ അവൾ പറയുന്നുണ്ടായി. ഞങ്ങൾ വന്നത് കുറച്ച് നേരത്തെ ആയിപ്പോയി, അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായുള്ളൂ. എനിക്ക് യന്ത്രൂഞ്ഞാലിലൊക്കെ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ആൾക്കാരില്ലാത്തതുകൊണ്ട് അതൊന്നും പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അധികം ലേറ്റ് ആവാനൊന്നും നിന്നില്ല, കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ശരി, എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളേ.